ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ കാരണം ഒന്നാമതായി ഇപ്പൊ നമുക്ക് സമൂഹത്തില് ഏറ്റവും കൂടുതൽ എന്താ പറയാ ക്ലേശങ്ങള്, ദുരിതങ്ങള്, മാനസിക സമ്മർദ്ദങ്ങള്, വളരെ പ്രക്ഷുബ്ധമായ ഒരു സമുദ്രം പോലെ, ഒരു തിരമാലകൾ പോലെയാണ് പലരുടെയും ജീവിതത്തിൽ നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരാളെ കേൾക്കാൻ പോലും, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അന്യനെ, അയൽക്കാരനെ, സുഹൃത്തിനെ കേൾക്കാൻ പോലും സമയമില്ലാത്തൊരു ലോകത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെയാണ് നമുക്ക് കിട്ടുന്ന സമയത്ത് ഇത്തരം മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും അത് ജീവിതത്തിൽ മൂല്യവത്താക്കാനും കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുമായിട്ടൊരു ഒരു സംവാദത്തിനൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കൊടുക്കുക എന്ന രീതിയിലാണ് സ്വാമി മുക്താനന്ദ ഈ ഒരു മെന്റസ് എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. പല പ്രോഗ്രാംസ് നമ്മളിതിൽ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഭഗവത്ഗീത. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യം ഗീതയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എണ്ണമറ്റ ഗീതാ വ്യാഖ്യാനങ്ങളും പ്രഭാഷണങ്ങളും നമുക്കിപ്പോ യൂട്യൂബിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. പക്ഷെ സ്വാമി മുക്താനന്ദയെ നമ്മൾ വിളിക്കാൻ കാരണം, കേരളത്തിലിരിക്കുമ്പോൾ നമ്മുടെ വേരുകൾ കേരളത്തിലാണ്. നാരായണ ഗുരു തുടങ്ങിയ ഒരു വലിയ, ശങ്കരൻ പോയിട്ടുള്ളത് ഇവിടെ നോക്കിയാണ്, ഒരു വലിയ പരമ്പരയുടെ ഭാഗമാണ്, വലിയ വേരുകളുള്ള, ആഴ്ത്തിയ ഒരു ജീവിത മൂല്യങ്ങളുള്ള ഒരു മണ്ണാണിത്. ഇവിടെ ശങ്കര വ്യാഖ്യാനങ്ങള്, വേദാന്തം, നാരായണ ഗുരു ദർശനം തുടങ്ങിയ ഉപനിഷത്തുകള്, ബ്രഹ്മസൂത്രം, പതാഞ്ജലി യോഗസൂത്രം, ഇതൊക്കെയാണ് നമ്മുടെ മൂല്യബോധത്തിന് അണിക്കല്ലായിട്ട്, അല്ലെങ്കിൽ ഒരു അടിത്തറയായിട്ട് വന്നിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ ആധുനിക ജീവിതത്തിൽ ഇതൊക്കെ വായിക്കുക, മനസ്സിലാക്കുക എന്ന് പറയണമെങ്കിൽ എന്താ പറയുക, സമുദ്രത്തില് ഉള്ള മണൽത്തരികൾ എണ്ണുന്നത് പോലെ സമയമൊന്നുമില്ല നമുക്ക്. അപ്പൊ ഇതിനു വേണ്ടി ജീവിതം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, സമർപ്പിച്ച് നീണ്ട കാലങ്ങൾ ഒരു ഗുരുമുഖത്ത് നിന്ന് വിദ്യ അഭ്യസിച്ച് അങ്ങനെ ഒരാളാണ് അദ്ദേഹം. നാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീ നടരാജ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീ നിത്യ ചൈതന്യതിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ജേർണലിസ്റ്റ് ആയിരുന്നു. ആധുനിക വിദ്യാഭ്യാസം നന്നായി അഭ്യസിച്ചിട്ടുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ചത് പറയേണ്ട, തന്റെ സ്വധർമ്മത്തെ സ്വീകരിക്കാൻ വേണ്ടി ഗുരു നിത്യ ചൈതന്യതിയുടെ അടുക്കലെത്തി ഒരുപാട് വർഷം അദ്ദേഹത്തിന്റെ കീഴിലിരുന്ന് ഈ ദർശനങ്ങളെ മനനം ചെയ്യുകയും ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. അവിടെയാണ് നമുക്ക് ഭഗവത്ഗീതയെ ജീവിത മൂല്യങ്ങളുമായി ബന്ധിപ്പിച്ച് ജീവിതത്തിലേക്ക് പഴയ ഒരു മൂല്യങ്ങൾ, വിസ്ഡം എന്ന് പറയാം, ഒരു ബ്രിഡ്ജാണ്, വിസ്ഡം ബ്രിഡ്ജ്. നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാവും, വളരെ ഈ വിസ്ഡം കട്ടായി പോകുന്ന, മുറിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. ആ വിസ്ഡത്തിനെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക, ഒരു പാലം പണിയുക നമ്മുടെ ജീവിതത്തിലേക്ക്, കുട്ടികളിലേക്ക് അതിനെ പകരുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം. സ്വഭാവം ഒരു ചിന്ത, സ്വഭാവത്തിൽ നിന്നൊരു ക്യാരക്ടർ ഉണ്ടാവും. ക്യാരക്ടറാണ് നമ്മുടെ ഡെസ്റ്റിനി, നമ്മുടെ വിധിയെ നിർണ്ണയിക്കുക. അപ്പോ ഒരു ചെറിയ വാക്ക് കുട്ടികളിലേക്ക് വരുന്ന ഒരു വിധം സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കുകയും അത് ഒരു ക്യാരക്ടർ ആകാൻ വളരെ സഹായിക്കുകയും, ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, ഒരു വിത്ത് കുത്തുന്നത് പോലെയാണ്. വലിയ ഭഗവത്ഗീത കേട്ടു നമ്മുടെ ജീവിതം മാറും എന്നുള്ള യാതൊരു ഉദ്ദേശവും നമുക്കില്ല. പക്ഷെ ആ മൂല്യത്തെ പതിയെ പകർത്തുക, ഒരു സീഡ് ചെയ്യുക, ഒരു വിത്ത് കുത്തുക. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് തന്നെ മാറ്റമുണ്ടായി, അതിൽ നിന്ന് സ്വഭാവ രൂപീകരണത്തിലേക്ക് വന്നു, ക്യാരക്ടറിലേക്ക് വന്നു. നമ്മുടെ വിധിയെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതില്
സ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൗമ്യമായി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും അദ്ദേഹം പറയുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, ഇതൊരു ക്ലാസിന്റെ അവസാനം ഒരു സംവാദ രീതിയിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെയോ ചിന്തകളെയോ എന്താ പറയുക ചോദ്യങ്ങളെയോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള സമയവും തരുന്നതാണ്. അപ്പൊ ഇതൊരു സ്ഥിരമായ ഒരു സ്ഥിരതയുള്ള ഒരു സ്വാധ്യായമായിട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആഗ്രഹം എന്തുകൊണ്ടാ? നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ഡിസിപ്ലിൻ ആയിരിക്കും, ഒരു അച്ചടക്കം ഉണ്ടാവും. ഒരു ദിവസം ആഴ്ചയിൽ ഒരു ക്ലാസ് അധ്യായം കേൾക്കുക, ആ മൂല്യങ്ങളെ കേൾക്കുക. ജീവിതത്തിൽ നമുക്കത് കണ്ണാടി നമുക്ക് അതങ്ങനെ ശ്രമിക്കാം. ഒക്കെ ഇടവരട്ടെ. ഒരു വേദി എന്താ പറയാ എനിക്കതിൽ അനീഷ് ഭായിയുടെ വളരെ സന്തോഷമുണ്ട്. ഞാനും ഗീത സ്വാധ്യായ സുനിൽ വോയിസ് കേൾക്കുന്നില്ലല്ലോ. ക്ഷമിക്കണം കേട്ടെ. അപ്പൊ എല്ലാവരും ഈ ക്ലാസ്സിന് നന്നായിട്ട് എടുക്കുന്നു കരുതുന്നു, നന്നായിട്ട് ഉപയോഗിക്കുന്നു കരുതുന്നു. അപ്പൊ സ്വാമിക്ക് സ്വാഗതം. വന്നവർക്ക് എല്ലാവർക്കും എന്താ പറയാ ഹൃദയത്തിന്റെ ഭാഷയുണ്ട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തും. താങ്ക് യു. അനീഷ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഈ ഒരു സെഷൻ ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ആശയം ഞാൻ സുനിൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലാകെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ അതായത് ഇന്ന് വളർന്നു വരുന്ന തലമുറ പലതും മൊബൈലും കണ്ടും പലതരത്തിലുള്ള ഗെയിംസിലൂടെ കടന്നു പോകുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് കുട്ടികളെല്ലാവരും പോകുന്നത്. അപ്പോൾ ഞാൻ സുനിൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ചത് ആദ്യം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ഗീത ക്ലാസ് തുടങ്ങാൻ പറ്റുമോ, കുട്ടികൾക്ക് ഇത് കേൾക്കണ്ടേ, ഇത്രയും നല്ല ആശയങ്ങൾ കുട്ടികളിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല, ഒരു തലമുറയെ മാറ്റിയെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സുനിൽ സാർ പറഞ്ഞത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗീത ക്ലാസ് നല്ല രീതിയിൽ അതിന്റെ കറക്റ്റ് ഹാൻഡിലേക്ക് തന്നെ ഇത് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ആകെ ഒരാളാണ് ഇപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അത് സ്വാമി മുക്താനന്ദ ഏതിയാണ്. ഞാൻ സ്വാമിയായിട്ട് സംസാരിച്ചപ്പോൾ കൂടുതൽ എനിക്കൊരു പ്രചോദനമായി. കാരണം ഈ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ പറയാനും ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനുമുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് സ്വാമിയിൽ നിന്ന് സംസാരിച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ മനസ്സിലാണ് മാലിന്യം കെടുക്കുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലും വന്നു. കാരണം മനസ്സിലെ മാലിന്യം തീർക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ നമുക്കത് നല്ല കേൾവിയിലൂടെയും നല്ല ശ്രദ്ധയിലൂടെയും നമുക്കത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ശ്രദ്ധയോടുകൂടി കേൾക്കുക, നമ്മളാണ് നമ്മുടെ എല്ലാ വിപത്തിന്റെയും കാരണക്കാരൻ എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ നമ്മുടെ അഭിവൃദ്ധി ഇൻ ദ സെൻസ് നമ്മുടെ എന്താ പറയാ നമ്മുടെ മനസ്സിൽ വരുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടല്ല, നമ്മുടെ മനസ്സിന്റെ വലിപ്പം വിശാലത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇത്തരം ക്ലാസ്സുകൾ സഹായകമാകും. അതിന് സൗകര്യമൊരുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന് വളരെ നന്ദിയുണ്ട്. എന്തായാലും നമുക്ക് സ്വാമിയിലേക്ക് തന്നെ കിടക്കാം. വീഡിയോ എല്ലാവരും ഓൺ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. എല്ലാവരും ഓൺ ചെയ്തോളൂ. നമസ്തേ അനീഷ്. എല്ലാവരുടെയും ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. ഓഡിയോ ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വേണേൽ ഓപ്പൺ ആക്കിക്കോളാം എൻ്റെത്. നമുക്ക് ആരംഭിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി
ശാന്തിഃ. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഗീതാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേർക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ശ്രീ അനീഷിനും ശ്രീ സുനിൽ സാറിനും. അവരുടെ രണ്ടുപേരുടെയും പ്രത്യേക താല്പര്യം മാത്രമാണ് ഇന്നു മുതൽ ഒരു ഗീതാ പഠന സപര്യ എന്ന് പറഞ്ഞാൽ ഒരു പൂജ പോലെയാണ് നമ്മൾ ഗീതാ പഠനം ചെയ്യേണ്ടത്. ഭഗവത്ഗീത 5000 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഗീതയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം ഉപരിപ്ലവമായ ഒരു വിമർശനം മാത്രമാണെന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഭഗവത്ഗീത എല്ലാ കാലത്തും പ്രസക്തിയുള്ള, എല്ലാ ദേശത്തും പ്രസക്തിയുള്ള ഒരു യൂണിവേഴ്സലായിട്ടുള്ള ജീവിത ദർശനമാണ്. അത് കേവലം ഒരു മതഗ്രന്ഥം മാത്രമല്ല, അതിന് അധ്യാത്മശാസ്ത്രവുമായിട്ട് വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട്. മാത്രമല്ല, നമ്മൾ ഭാരതത്തിൻ്റെ സാംസ്കാരികതയുടെ ആഴം ഗ്രഹിക്കണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ഞാൻ ഭഗവത്ഗീതയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ഭഗവത്ഗീതയെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭഗവത്ഗീത എന്താണെന്ന് ചോദിച്ചാൽ, മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ വരുന്ന 700 ശ്ലോകങ്ങളുള്ള ഒരു ഭാഗമാണ് ഭഗവത്ഗീത. മഹാഭാരതം അതിവിസ്തൃതമായ ഒരു ഗ്രന്ഥമാണ്. 1,00,000-ലധികം ശ്ലോകങ്ങൾ അടങ്ങിയ ആ ഗ്രന്ഥത്തിൽ 700 ശ്ലോകം മാത്രമുള്ള ഒരു തത്വചിന്താ കഥനമാണ് ഈ ഭഗവത്ഗീത. എന്നാൽ ഈ ഭഗവത്ഗീത ആണ് മഹാഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്ന ലഘുലേഖയായിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ലക്ഷ്യോന്മുഖമാക്കുവാനും ഇപ്പോൾ ഇവിടെ നമുക്ക് ജീവിതത്തെ ആഴത്തിൽ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും മൂല്യപരമായി നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനും വികസിപ്പിക്കുവാനും നമുക്ക് കഴിയും. മാത്രമല്ല, ജീവിതത്തെക്കുറിച്ച് നമുക്ക് സമഗ്രമായ ഒരു അവബോധവും കാഴ്ചപ്പാടും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും. ഏത് പ്രായത്തിലുള്ളവർക്കും ഭഗവത്ഗീത പഠിക്കാം. നമ്മൾ 60 വയസ്സായി, 70 വയസ്സായി, 80 വയസ്സായി എന്നൊന്നും വിചാരിച്ചിട്ട് ഭഗവത്ഗീത പഠിക്കാതിരിക്കേണ്ട. കുട്ടികൾക്കും ഭഗവത്ഗീത പഠിക്കാം. പഴയ കാലത്ത് ഭഗവത്ഗീത പഠനത്തിനൊരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തു നിന്നും ഭഗവത്ഗീതയുടെ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഒറ്റ അടിക്ക് പഠിച്ചു തീർക്കാവുന്നൊരു ഗ്രന്ഥമല്ല അത്. 700 ശ്ലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ശ്ലോകത്തിലും ദാർശനികതയുടെ, കാഴ്ചപ്പാടിൻ്റെ, ഉള്ളടക്കത്തിൻ്റെ ഒരു വലിയ ശക്തി തന്നെ നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട്. അത് പഠിക്കേണ്ട രീതി ഒരു ആചാര്യനിൽ നിന്ന് കേട്ട് തന്നെ പഠിക്കണത്. നമ്മുടെ സമ്പ്രദായം അങ്ങനെയായിരുന്നല്ലോ പഴയ കാലം മുതൽ.
ഒരു ഗുരുവിൻ്റെ സവിധത്തിലിരുന്ന് ഗുരു പറയുന്നത് ശ്രദ്ധാന്വിതമായിട്ട് കേൾക്കണം. നമ്മുടെ മനസ്സ് ഏകാഗ്രമാകണം. മനസ്സ് ഒരു അന്വേഷണം ഉള്ള മനസ്സായിട്ട് മാറണം. ജീവിതത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മുടെ മനസ്സും വലുതാകുള്ളൂ, ജീവിതവും വലുതാകുള്ളൂ. ലോകത്ത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരർത്ഥം നിർണയിക്കാനും പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധാന്വിതമായ ശ്രവണമാണ് ആദ്യത്തെ പ്രക്രിയ പഠനത്തിൻ്റെ. അങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് സംശയങ്ങളുണ്ടാകും. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ ആഴത്തിൽ ചിന്തിക്കുന്നതിൻ്റെ പേര് മനനം എന്നാണ്. അത് മനനം ചെയ്യണം. നമ്മൾ ആഴത്തിൽ ആലോചിക്കണം. മനനം പിന്നീട് ക്രമപ്രകാരം നമ്മളുടെ മനസ്സ് കുറച്ചുകൂടി സംശുദ്ധമാകുന്ന സമയത്ത് നമുക്ക് ധ്യാനമായിട്ട് മാറും. ആ ധ്യാനം ശാന്തി നൽകുന്നതാണ്, സുഖം നൽകുന്നതാണ്. അത് മനുഷ്യജീവിതത്തിൻ്റെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അപ്പോൾ ഭഗവത്ഗീത മോക്ഷസന്ദായകമാണ് അടിസ്ഥാനപരമായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഭഗവത്ഗീതയെക്കുറിച്ച് കേട്ടിട്ടില്ല. പലരും അതിനെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. ഭഗവത്ഗീത ഒരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്ന് പറയുന്നവരുണ്ട്. രണ്ടാമത് ഭഗവത്ഗീത ചാതുർവർണ്ണ്യ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഗ്രന്ഥമാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഗീതാ തത്വവും ഗീതാ ദർശനവും മനസ്സിലാക്കാത്തത് കൊണ്ടുവരുന്നതാണ്. ഭഗവത്ഗീതയിൽ ഒരിടത്തും യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യുദ്ധം എന്നത് ആനുഷംഗികമായിട്ട് വന്ന ഒരു സന്ദർഭമാണ്. യുദ്ധം മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുക്കളയിലെ പ്രശ്നങ്ങളുടെ മുന്നിൽ നമുക്ക് ഭഗവത്ഗീതാ ദർശനത്തെ വയ്ക്കാം. ഒരു രോഗിയുടെ അടുത്തൊരു ഡോക്ടർ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഒരു സന്ദേഹത്തിലേക്കും വിഷാദത്തിലേക്കൊക്കെ പോയാൽ എന്ത് ചെയ്യും? രോഗിയെ ഓപ്പറേഷൻ ടേബിളിൻ്റെ മുന്നിൽ കിടത്തിയിട്ട് സർജറിക്കായിട്ട് വയറെല്ലാം കീറി മുറിച്ചിട്ടിരിക്കുന്ന സമയത്ത് അർജുനനെ പോലെ ഡോക്ടർ വിഷാദവാനാകുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് എല്ലാവർക്കും സംഭവിക്കാമെന്നാണ്. ഒരു അധ്യാപകൻ സംഭവിക്കാം. അർജുനനെ പോലെ പെട്ടെന്ന് ഒരു സങ്കീർണമായ വ്യക്തിത്വത്തിലേക്ക് മാനസികമായി നിബദിക്കുന്ന ഒരവസ്ഥ ഏവർക്കും എവിടെ വെച്ചും സംഭവിക്കാം. മനസ്സ് അത്രമാത്രം മൃദുലവും അത്രമാത്രം സട്ടിലുമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ മനഃശാസ്ത്ര ഗ്രന്ഥമാണെന്ന് പറയാം. ഗുരു നിത്യചൈതന്യതി ഭഗവത്ഗീതയെ ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമായിട്ടാണ് പഠനം നടത്തിയിരിക്കുന്നത്. മനസ്സാണല്ലോ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മനസ്സിനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് പല കുട്ടികളും യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് മനഃശാസ്ത്രം എടുത്ത് പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ, എന്നാൽ മനുഷ്യനെ ഇത്രയും ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഭഗവത്ഗീത പഠിക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ഭഗവത്ഗീത ഭാരതീയ മനഃശാസ്ത്രത്തിൻ്റെ ഒരു ആകര ഗ്രന്ഥമാണ്, റെഫറൻസ് ബുക്കാണത്. അത് നമ്മൾ അവഗണിക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. നമ്മൾ മഹാത്മാക്കൾ എല്ലാവരും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ ഒരു ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയെ പരിഗണിച്ചിരുന്നു. ഗാന്ധിജി എവിടെ പോകുമ്പോഴും ഈ ഭഗവത്ഗീത ഒന്ന് തൻ്റെ കക്ഷത്ത് സൂക്ഷിക്കും. ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത്
അത് തുറന്ന് ആദ്യം കാണുന്ന ശ്ലോകം ഒന്ന് വായിക്കുമ്പോൾ അതിൽ നിന്ന് ഗാന്ധിജി ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുമായിരുന്നു. നമുക്കും അതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം നിങ്ങൾക്ക് സഹായകമായിട്ട് വരികയാണെങ്കിൽ ആ ഭഗവത്ഗീതയിലേക്കുള്ള ഒരു പ്രവേശനം എന്ന രീതിയിലാണ് ഒരു 40ഓളം വരുന്ന ക്ലാസ്സുകളിലൂടെ ഭഗവത്ഗീതയെ സമഞ്ജസമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ. എന്നാൽ ഭഗവത്ഗീത പഠനം ആഴത്തിലും പരപ്പിലും വേണമെങ്കിൽ ആ 40 എന്നുള്ളതൊരു 400 ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. ഒരു ശ്ലോകം പരമാവധി 2 ശ്ലോകം ഒക്കെയാണ് ഒരു മണിക്കൂർ കൊണ്ടോ 1.5 മണിക്കൂർ കൊണ്ടോ ഒക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാൻ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പൂർവാചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങൾക്ക് അതിലേക്ക് ഒരു പ്രവേശകം, ഒരു എൻട്രൻസ് ലഭിക്കാനായിട്ട് മാത്രമാണ് ഇന്നു മുതൽ ഭഗവത്ഗീതയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഭഗവത്ഗീത 700 ശ്ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ 700 ശ്ലോകങ്ങളെ 18 അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 18 അധ്യായങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മഹാഭാരതം 18ൻ്റെ ഒരു മാന്ത്രിക വിദ്യ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു കൃതി കൂടിയാണ് ഈ മഹാഭാരതം. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ട്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസങ്ങളിലായിരുന്നു. അതുപോലെ 18 അക്ഷൗഹിണികൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. യുദ്ധത്തിനായിട്ട് 7 അക്ഷൗഹിണികൾ പാണ്ഡവരുടെയും 11 അക്ഷൗഹിണികൾ കൗരവരുടേതുമായിരുന്നു. അങ്ങനെ 18ൻ്റെ ഒരു വലിയ സാമ്രാജ്യം അതിൽ കാണുന്നു. എന്താണ് ഈ മാന്ത്രിക സംഖ്യയുടെ പ്രത്യേകത എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പലരും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 18 എന്ന് പറയുന്നത് അത് മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം ഈ 18 എന്ന് പറയുന്നത് ആണ് മഹാഭാരതത്തിൻ്റെ ജയം എന്ന പേരിൽ അറിയപ്പെടുന്ന, മഹാഭാരതം ജയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മഹാഭാരതം എന്ന് പിന്നീട് വന്ന പേരാണ്. അപ്പോൾ ജയം എന്നത് 18 എന്ന സംഖ്യയെ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സംഖ്യാശാസ്ത്ര പ്രകാരം അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അതല്ലാതെ ഞാൻ ഭഗവത്ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില മഹാത്മാക്കൾക്ക് ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കിയ ഒരു കൃതിയാണ് ഭഗവത്ഗീത എന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പാശ്ചാത്യ ചിന്തകരായിട്ടുള്ള പലരും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. ഷോപ്പനോവർ എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരൻ, അദ്ദേഹം ഭഗവത്ഗീത വായിച്ച് അത് പൂർത്തീകരിച്ചപ്പോൾ ആ ഭഗവത്ഗീത തലയിലേക്ക് വെച്ചിട്ട് നൃത്തം ചെയ്തിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. അത്രയും ആനന്ദം അദ്ദേഹത്തിനുണ്ടായി. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെ ഒരു ജീവിത ദർശനം എവിടെയും അദ്ദേഹം വായിച്ചിട്ടില്ല. അദ്ദേഹം ഒരു തത്വചിന്തകനാണ്. എന്നിട്ട് പോലും അമേരിക്കയിലെ പല തത്വചിന്തകരും ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. വാൾട്ട് വിറ്റ്മാൻ എന്ന പേരുള്ള ഒരു കവി, അദ്ദേഹം ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയൊക്കെ. അപ്പോൾ അതൊക്കെ ലോകത്തിന് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഭഗവത്ഗീത പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട്. റഷ്യയിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. എന്തുകൊണ്ട് ഈ ഭഗവത്ഗീതയ്ക്ക് കാലിക പ്രസക്തി വന്നു എന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുള്ളൂ. ഇതിൽ അർജുനൻ എന്നത് അതിശക്തനായൊരു യോദ്ധാവാണ്. ആ യോദ്ധാവ് ശാരീരികമായി മാത്രമല്ല മാനസികമായും പരിപക്വമായ ഒരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു ദുർബല നിമിഷം എങ്ങനെ ജീവിതത്തിലുണ്ടായി?
ചിന്തനീയമായൊരു കാര്യമാണത്. നമ്മൾ ചിന്തിക്കേണ്ടതാണതെല്ലാം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ നമുക്ക് ഭ്രാന്തമായ അവസ്ഥകൾ വരാറുണ്ട്. പല പല വൈകാരിക ഭാവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ക്രോധാകുലരായിട്ട് തീരാം. ചില നിമിഷങ്ങളിൽ നമ്മൾ ദുഃഖത്താൽ വ്യാകുലരായിട്ട് തീരുന്നു, വ്യസനിക്കുന്നു. ഏകാന്തതയിൽ നമ്മൾ വിഷാദിക്കുന്നു. ചില നിമിഷങ്ങളിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ട്, അപകർഷബോധത്താൽ നീറുന്നവരുണ്ട്, അഹങ്കാരത്താൽ വിജൃംഭിക്കുന്നവരുണ്ട്. എത്ര തരത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മളുടെ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടുമൊക്കെ പലരും ആഘാതമേറ്റ് വേദനിക്കുന്നവരുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല പലരും. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ വ്യക്തിത്വത്തെ പരിശോധിക്കുവാനും വ്യക്തിത്വത്തെ മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നിടത്തു നിന്നാണ് ആധ്യാത്മികത എന്ന ഒരു തലം വളർന്നു വരുന്നത്. ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണ് എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ആത്യന്തികമായി എൻ്റെ സത്ത എന്താണ്? എൻ്റെ ജീവിത ഉദ്ദേശ്യം എന്താണ്? ഞാൻ എന്തിനാണ് ഇവിടെ ജനിച്ചത്? ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? മരണാനന്തരം എൻ്റെ നില എന്താണ്? ഇതൊക്കെ നമ്മൾ അവഗണിക്കാനുള്ളതല്ല, നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇപ്പം ജീവിതത്തിന് ഒരു ദർശനമുണ്ടാകുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉത്തരങ്ങളായിട്ട് വരും. ആ ഉത്തരങ്ങളെല്ലാം ഭഗവത്ഗീത നമുക്ക് പകർന്നു തരുന്നുണ്ട്. മരണാനന്തരം എന്താണ്? ജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്? എങ്ങനെ ജീവിതത്തെ കുറച്ചുകൂടി പുഷ്കലമാക്കാൻ കഴിയും? ഇതെല്ലാം ഭഗവത്ഗീതയുടെ രഹസ്യങ്ങളാണ്. ഈ 700 ശ്ലോകങ്ങൾ മുഴുവനും ഭഗവത്ഗീത എന്ന് പറയാൻ പറ്റില്ല. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ് ഭഗവത്ഗീത. ഗീത എന്ന വാക്കിന് ഗാനം ചെയ്യപ്പെട്ടത് എന്നാണ് അർത്ഥം. ആരാണ് ഗാനം ചെയ്തത്? ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. ഭഗവാൻ കൃഷ്ണനാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. 700 ശ്ലോകങ്ങളിൽ 500 ചില്വാനം ശ്ലോകങ്ങൾ മാത്രമാണ് ഭഗവാൻ ഗീതോപദേശമായിട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അർജുനൻ്റെ ചോദ്യങ്ങളും സഞ്ജയൻ്റെ വിവരണങ്ങളും അതിൻ്റെ കൂടെ ധൃതരാഷ്ട്രരുടെ ചോദ്യവുമായിട്ടൊരു ശ്ലോകമുണ്ട്. ഒരു ശ്ലോകം മാത്രമാണ് ധൃതരാഷ്ട്രയുടേതായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭഗവത്ഗീതയുടെ ഒരു രചനാരീതി നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ടെന്ന്. ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് അർജുനന് ആരാണ് മൊഴിയുന്നത്? ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആരെഴുതി വെച്ചത് നമുക്കറിയാമോ? അത് 700 ശ്ലോകം ചൊല്ലണമെങ്കിൽ ഒരു 3.5 മണിക്കൂർ എങ്കിലും ചുരുങ്ങിയത് വേണം. ഈ 3.5 മണിക്കൂർ യുദ്ധക്കളത്തിൽ ഇവർ തമ്മിൽ സംസാരിക്കായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ ആകണമെന്നില്ലത്. ഭഗവത്ഗീത എഴുതിയത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാന്റെ രചനയാണ് ഭഗവത്ഗീത. ആത്യന്തികമായിട്ട് വ്യാസകൃതമാണ് ഭഗവത്ഗീത. അത് മഹാഭാരതം മുഴുവനും വ്യാസകൃതമാണ്. അങ്ങനെ വ്യാസകൃതമായ ഭഗവത്ഗീത എങ്ങനെയാണ് വ്യാസൻ കേട്ടത്? വ്യാസന്റെ ദീർഘദൃഷ്ടിയും ഏത് ഇടത്ത് നിന്നുകൊണ്ടും ഓരോരുത്തരുടെയും മനോഗതങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ വ്യാസനുണ്ടായിരുന്നു. വ്യാസൻ ധൃതരാഷ്ട്രോട് ചോദിച്ചു. കൊട്ടാരത്തിൽ വെച്ച് യുദ്ധമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രോട് ചോദിക്കുന്നുണ്ട്, യുദ്ധം നടക്കുകയാണ്, അന്ധനാണല്ലോ അങ്ങ്, യുദ്ധക്കളത്തിൽ വന്നിരുന്ന് യുദ്ധം കാണാനുള്ള ആഗ്രഹം അങ്ങേക്കുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് ഒരു ദിവ്യ ചക്ഷുസ് യുദ്ധം അവസാനിക്കുന്നത് വരെ നൽകിയേക്കാം എന്നൊരു വരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ അത് സ്വീകരിച്ചില്ല. കാരണം ഇത്രയും കാലം അന്ധനായിട്ട് ഞാൻ ജീവിച്ചു, ഇനി യുദ്ധം കാണാനുള്ള ശക്തി എനിക്കില്ല. കാരണം ധൃതരാഷ്ട്രർക്കറിയാം ധൃതരാഷ്ട്രർ ധർമ്മത്തിലൂടെയല്ല ചരിക്കുന്നതെന്ന്.
തൻ്റെ മക്കൾ ധർമ്മത്തിൻ്റെ മാർഗത്തിലല്ല ചരിക്കുന്നതെന്ന് ധൃതരാഷ്ട്രക്കറിയാം. അതുകൊണ്ട് ധൃതരാഷ്ട്ര പറഞ്ഞു, ഞാൻ പുതിയ ഒരു കാഴ്ച വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മന്ത്രിയായിട്ടുള്ള സഞ്ജയന് ആ ദിവ്യചക്ഷുസ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം യുദ്ധക്കളത്തിൽ പോയിരുന്ന് അത് കണ്ട് എന്നോട് വന്ന് പറയും. അങ്ങനെ സഞ്ജയന്, മന്ത്രിയായ സഞ്ജയനാണ് വ്യാസൻ ദിവ്യചക്ഷുസ് കൊടുക്കുന്നത്. അങ്ങനെ യുദ്ധക്കളത്തിൽ പോയി ഈ സഞ്ജയനാണ് ഇത് മുഴുവനും കാണുന്നത്, യുദ്ധം കാണുന്നത്, ഭഗവത്ഗീത സന്ദർഭമൊക്കെ കേൾക്കുന്നതൊക്കെ സഞ്ജയനാണ്. അപ്പോൾ ഇതൊക്കെ നാടകീയമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, വളരെ നാടകീയമാണ്. സഞ്ജയൻ യുദ്ധം തുടങ്ങി 10ാമത്തെ ദിവസം വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ യുദ്ധം പോയിക്കൊണ്ടിരിക്കുമ്പോൾ 10ാമത്തെ ദിവസം ഭീഷ്മരാണ് കൗരവസേനയെ നയിച്ചത്. ഭീഷ്മര് യുദ്ധക്കളത്തിൽ വീഴാണ്, പതിക്കുകയാണ്. അത് ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് അർജുനൻ തന്നെ ആയിരുന്നു ഭീഷ്മരെ വീഴ്ത്തിയത്. ഭീഷ്മര് വീണ പാടെ സഞ്ജയൻ നേരെ കൊട്ടാരത്തിലേക്ക് ഓടുകയായിരുന്നു. കൊട്ടാരത്തിലേക്ക് ഓടി. കൊട്ടാരത്തിന് മുമ്പ് തന്നെ യുധിഷ്ഠിരനോട് വിളിച്ചു പറയുന്നുണ്ട്, മഹാരാജൻ ഭീഷ്മ പിതാമഹൻ നിപതിച്ചു, നിലം പതിച്ചിരിക്കുന്നു. അപ്പോ ഇത് കേട്ട മാത്രയിൽ ധൃതരാഷ്ട്രയുടെ ഉത്കണ്ഠ പെരുകി. ധൃതരാഷ്ട്രർ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിച്ചു, കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോഴേക്കും 10 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. ഭഗവത്ഗീത അപ്പോൾ യഥാർത്ഥത്തിൽ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ധൃതരാഷ്ട്രോട് സഞ്ജയൻ പറയുന്നത്. സഞ്ജയനോട് ചോദിക്കുന്നുണ്ട്. സഞ്ജയൻ ഓടി വന്ന് പറയുന്നു, ഭീഷ്മ പിതാമഹൻ യുദ്ധഭൂമിയിൽ നിലം പൊത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അറിയാനുള്ള ഉത്കണ്ഠയോട് കൂടിയിട്ടാണ് ഭഗവത്ഗീത ധൃതരാഷ്ട്രയുടെ ഒരു ചോദ്യം എന്ന രീതിയിൽ ആദ്യത്തെ ശ്ലോകം തുടങ്ങുകയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഇതാണ് ചോദ്യം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രത്തിൽ കുരുക്ഷേത്രത്തിൽ സമവേത യുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. കിം അകുർവത എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്തു, ആരെന്ത് ചെയ്തു? മാമകാഃ പാണ്ഡവാഃ ച ഏവ, എൻ്റെ ആളുകളും പാണ്ഡുവിൻ്റെ പുത്രന്മാരും യുദ്ധോത്സുകരായിട്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സന്ധിച്ചിരുന്നുവല്ലോ. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഈ 2 കൂട്ടരും യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി വന്നു ചേർന്നിരുന്നല്ലോ. അവരെന്താണ് ചെയ്തത് എന്നുള്ള ഒരു ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യമാണ് ഭഗവത്ഗീതയുടെ ആരംഭം. അപ്പോൾ തികച്ചും നാടകീയമായിട്ടിനെ തുടങ്ങുന്നത്. ഇത് ഭഗവത്ഗീതയല്ല കേട്ടോ. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ അർജുനനോട് മൊഴിയുന്നതാണ്. ഭഗവാൻ അർജുനനോട് ഭഗവത്ഗീതയായിട്ട് പറഞ്ഞു തുടങ്ങുന്നത് 2-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകം മുതലാണ്. അതുവരെ കുറച്ച് സങ്കീർണമായ മാനസിക പ്രശ്നങ്ങളും അർജുനൻ്റെ വിഷാദവും അർജുനൻ്റെ വേവലാതികളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. എവിടെ നിന്നാണ് ഒരു പ്രശ്നം ഉണ്ടായി വരുന്നത്, ആ പ്രശ്നം വികസിക്കുന്നത്, ആ പ്രശ്നം മനുഷ്യനെ തകർക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിത്രണമാണ് ശരിക്കും 1-ാം അധ്യായം മുഴുവനും. 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗവും വ്യാസഭഗവാൻ ആ അർജുനൻ്റെ
സങ്കീർണ പ്രശ്നത്തെ അവതരിപ്പിക്കുകയും അവസാനം അർജുനൻ ഭഗവാൻ കൃഷ്ണനിൽ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരുവിൽ നിന്ന് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം, എന്നെ ശിഷ്യനാക്കൂ, അങ്ങ് എന്നെ ശിഷ്യനാക്കൂ, ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചിരിക്കുകയാണ്. അങ്ങനെ ശിഷ്യഭാവം കൈക്കൊള്ളുന്നു. അർജുനൻ ഭഗവാൻ കൃഷ്ണന്റെ സഖാവായിരുന്നു, സുഹൃത്തായിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു സുഹൃത്ത് ഭാവത്തിൽ ഗീതയുടെ ഏറ്റവും ആഴത്തിലുള്ള സന്ദേശങ്ങൾ പകരാൻ കഴിയില്ല എന്നുള്ളത് നമ്മളുടെ ചരിത്രത്തിൻ്റെ മുഴുവൻ ഇടനാഴിയിലൂടെയും കടന്നുപോയാൽ നമുക്ക് മനസ്സിലാവും. വ്യാസഭഗവാൻ അതറിയാമായിരുന്നു. ഒരു സുഹൃത്തിനോട് പറയാവുന്നതല്ല ഗീത, ഒരു ഗുരുവിന് ശിഷ്യനോട് പറയാവുന്നതാണ് ഗീത. അതുകൊണ്ട് ഗുരുശിഷ്യ സംവാദമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതൊരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ ഭഗവത്ഗീത ഇനി ശ്രീകൃഷ്ണനാണ് അർജുനനാണ് എന്നതിന് പകരം ഒരു വിശ്വഗുരുവും ആ വിശ്വഗുരുവിൻ്റെ മുമ്പിൽ അന്വേഷണോത്സുകതയുള്ള ഒരു ശിഷ്യനും ആണ് അത് ശ്രവിക്കാനായിട്ട് ഇരിക്കുന്നത്. അത് തേർത്തട്ടിലാണ് ഇരിക്കുന്നത്, യുദ്ധക്കളത്തിലാണ്, ചുറ്റും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കണു. അപ്പോൾ ഈ ഗീതാ സന്ദർഭം എന്ന് പറയുന്നത് ചിലപ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങൾ അതിവിസ്തൃതമായ ഒരു ക്യാൻവാസിലേക്ക് വ്യാസഭഗവാൻ പകർത്തിയതാകാം. അതൊരു വലിയ ദർശനമാണ്, അത് ചിന്താപരമായിട്ട് നമ്മളെ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അവതരണക്രമത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അനീഷിനോട് പറഞ്ഞിരുന്നു, ഒരു ഭഗവത്ഗീത ടെക്സ്റ്റ് നിങ്ങളെല്ലാവരും വാങ്ങിച്ച് സ്വന്തമായിട്ട് സൂക്ഷിക്കണമെന്ന്. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഭഗവത്ഗീത തത്വചിന്ത പഠിക്കുന്നതിന് മുമ്പ് ഭഗവത്ഗീത പാരായണം ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ സംസ്കൃതം ലളിതമാണ്. ഗാന്ധിജി ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതം പഠിച്ചിരുന്നു. ഗീതയിലെ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പാരായണക്ഷമമായിട്ടുള്ള അനുഷ്ടുപ്പ് വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. അനുഷ്ടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരിയിൽ 8 അക്ഷരങ്ങളുള്ള, 4 വരിയിലും കൂടി 32 അക്ഷരങ്ങളുള്ള ഒരു ഛന്ദസ്സാണ് അനുഷ്ടുപ്പ്. അപ്പം അതുകൊണ്ട് വളരെ സുഗമമായിട്ടത് പാരായണം ചെയ്യാം. രണ്ടാമത് ഒരു വൃത്തം കൂടി അതിലുണ്ട്, അത് ത്രിഷ്ടുപ്പ് എന്ന് പറയും. 11 അക്ഷരങ്ങളുള്ള ഒരു വരിയിൽ മൊത്തം 44 അക്ഷരങ്ങളുള്ള ഒരു വൃത്തമാണ്. അങ്ങനെ 2 വൃത്തങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഭഗവത്ഗീത രചനയിൽ. ചിലപ്പോഴൊക്കെ വലിയ സങ്കീർണതകൾ വരുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ ഈ അനുഷ്ടുപ്പ് വൃത്തത്തിൽ നിന്നും ത്രിഷ്ടുപ്പ് വൃത്തത്തിലേക്ക് വ്യാസൻ വ്യതിചലിക്കും, അതിനൊരു ഊന്നൽ കൊടുക്കാൻ. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അവതരണ ശൈലികളെല്ലാം നമ്മളെ ആകർഷിക്കുന്നതാണ്. ഭഗവത്ഗീത തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു, ഭഗവത്ഗീതയുടെ സന്ദർഭം പറഞ്ഞു, ഭഗവത്ഗീത എന്താണ് എന്ന് പറഞ്ഞു. മഹാഭാരതത്തിൻ്റെ ഒത്ത നടുവിൽ വരുന്നതാണ് ഭഗവത്ഗീത. ഭീഷ്മപർവം എന്ന് പറയുന്ന പർവത്തിലെ 25-ാമത്തെ അധ്യായം മുതൽ 42-ാമത്തെ അധ്യായം വരെയുള്ള 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പഠിക്കുന്നതിന് മുൻപ് എപ്പോഴും ഗീതാധ്യാനം എന്ന് പറയുന്ന ഒരു ലഘു ധ്യാനം പഠിച്ചിട്ടാണ് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കാറ്. എന്തെന്ന് ചോദിച്ചാൽ, ഗീതാധ്യാനത്തിലൂടെ നമുക്ക് ഭഗവത്ഗീതയുടെ ഒരു രൂപരേഖ, അടിസ്ഥാനപരമായ രൂപരേഖ നമുക്ക് കിട്ടും. അത് കിട്ടിയിട്ട് ഉള്ളിലേക്ക് കടന്നാൽ കുറച്ചുകൂടി പ്രയോജനം ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഭഗവത്ഗീത പഠിച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത്യാവശ്യം ഭഗവത്ഗീത
പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ, മണ്ണ് ഒരുക്കേണ്ടതുണ്ട്. ഒരു കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് വിള ഇറക്കാനായിട്ട് ആ മണ്ണ് ഒരുക്കണം. നമ്മുടെ മനസ്സ് ശ്രവണത്തിന് ഇണങ്ങുന്ന വിധത്തിൽ പരിവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗീതാധ്യാനം എന്ന് പറയുന്ന ഒരു കൃതിയിലേക്ക്, അതിൻ്റെ ധ്യാന ഭാഗത്തിലേക്ക് കടന്നിട്ട് വേണം ഭഗവത്ഗീത പഠിക്കാനായിട്ട്. ഇത് ഭഗവത്ഗീതയ്ക്ക് നിരവധി ആളുകൾ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പഴയകാലത്ത് വ്യാഖ്യാനങ്ങളിൽ ആദ്യത്തേത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ശങ്കരാചാര്യ സ്വാമികളുടേതാണ്. ശങ്കരാചാര്യ സ്വാമികൾക്ക് മുൻപും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് ലഭ്യമായിട്ട് ഇല്ല അതൊന്നും. പക്ഷെ ആചാര്യസ്വാമികളുടെ കാലത്തുണ്ടായിരുന്നു, 1200 വർഷങ്ങൾക്ക് മുമ്പ്. അന്നൊക്കെ പ്രചാരത്തിലുണ്ടായിരുന്നു അത്തരം വ്യാഖ്യാനങ്ങളൊക്കെ. ഇന്നതൊന്നുമില്ല. അപ്പോൾ ആചാര്യസ്വാമികൾ ഈ ഗീതാധ്യാനം എഴുതിയതായിട്ട് കാണുന്നില്ല. ഒരു 500-400 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഈ ഒരു മധുസൂദന സരസ്വതി എന്ന് പറയുന്ന ഒരു ആചാര്യൻ്റെ ഭാഷ്യത്തിലാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഗീതാധ്യാനം അദ്ദേഹം എഴുതി ചേർത്തതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം വളരെ അർത്ഥവത്തായിട്ടുള്ളതും വളരെ അധികം കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതുമായ ഒരു ഭാഗമാണ് ഗീതാധ്യാനം. ഗീത പഠിക്കുന്നതിന് മുമ്പും ഗീത ചൊല്ലുന്നതിന് മുമ്പും ഗീതാധ്യാനം ചൊല്ലിയിട്ടാണ് ഗീതാ പഠനം ആരംഭിക്കാറ്. അതങ്ങനെയാണ് അതിൻ്റെ രീതി. ഏറ്റവും ചുരുങ്ങിയത് ഒരു പഠന രീതി എന്ന് പറയും. കാരണം നമ്മൾ പ്രവേശിക്കുന്നത് വളരെ വ്യത്യസ്തവും അഗാധവുമായ ഒരു ജീവിത ദർശനത്തിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ ഗീതാധ്യാനം ഒന്ന് നോക്കാം. ഇതിൽ പാരായണമൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കണം നന്നായിട്ട്. എന്നിട്ട് ഗീതാ പ്രഭാഷണം തുടങ്ങുന്നതിനൊക്കെ മുമ്പ് കുറച്ച് നേരം പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും. 7 മണിക്കൊക്കെ ഇത് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നിരുന്ന് പാരായണം ചെയ്യണം. പാരായണം വളരെ നല്ലതാണ്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഇത് സംസ്കൃതത്തിലാണെങ്കിൽ ഒത്തിരി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും കുറേയൊക്കെ. അംബ, അമ്മേ, അലയോ ഭഗവത്ഗീതാംബേ, ഭഗവത്ഗീതയാകുന്ന അമ്മേ. ഭഗവത്ഗീതയെ അമ്മയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ഗാന്ധിജി ഗീതയെക്കുറിച്ച് പറയുന്നത്, എൻ്റെ അമ്മ നേരത്തെ മരിച്ചുപോയി, പിന്നീട് എൻ്റെ പ്രത്യക്ഷ മാതാവായിട്ടിരിക്കുന്നത് ഭഗവത്ഗീതയാണെന്ന്. ഭഗവത്ഗീതയ്ക്ക് പ്രത്യക്ഷ മാതാവിൻ്റെ പദവി കൊടുത്തിരിക്കുകയാണ് ഗാന്ധിജി. ഇവിടെ ഗീതാധ്യാനത്തിൻ്റെ ആചാര്യനായിട്ടുള്ള മധുസൂദന സരസ്വതി പറയുന്നു ഭഗവത്ഗീതാംബ എന്ന്. ഭഗവത്ഗീത അമ്മയാണെന്ന്. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത സർവത്തിലും മാതൃത്വത്തെ കാണുന്നതാണ്. ഭഗവത്ഗീത ജീവിതത്തിൻ്റെ സമാശ്വാസമായിട്ട് വരുമ്പോൾ ഒരമ്മ തരുന്ന സമാശ്വാസം പോലെ ഭഗവത്ഗീത ജീവിതത്തിൽ മാറും. പഠിച്ചു വരുമ്പോൾ അതൊരു സാന്ത്വനമായിട്ട് മാറും. ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരു തലോടലായിട്ടത് മാറുന്നത്. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. അതുകൊണ്ട് അമ്മേ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത അമ്മേ. ഭഗവത്ഗീതയെ പാർത്ഥായ, അർജുനനായിട്ട്, പൃഥയുടെ പുത്രനാണ് പാർത്ഥൻ, പാർത്ഥനായിട്ട് കൊണ്ട് ഭഗവതാ നാരായണേന സ്വയം, ഭഗവാൻ നാരായണനാൽ തന്നെ പ്രതിബോധിതാം, പ്രതിബോധിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവത്ഗീത. അപ്പം ഭഗവത്ഗീത എങ്ങനെയുള്ളതാണെന്ന് പറയുകയാണ്.
ഭഗവാൻ നേരിട്ട് തന്നെ, നമുക്ക് അത്യപൂർവ സന്ദർഭത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല, ഭഗവാൻ നേരിട്ട് തന്നെ ശിഷ്യനായിട്ടുള്ള അർജുനന് ചോദ്യോത്തര രൂപത്തിൽ, സംവാദ രൂപത്തിൽ പ്രതിബോധനം ചെയ്യുന്നതാണ് ഈ ഭഗവത്ഗീത. അവർ തമ്മിലുള്ള ആശയവിനിമയമാണത്. അർജുനൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമ്മളിനി പറയും. അതുകൊണ്ട് അർജുനന് സമാശ്വാസമായിട്ട്, അമ്മയ്ക്ക് തുല്യമായ വാണികളായിട്ട് ഭഗവാനാൽ അരുളി ചെയ്ത, ഗാനം ചെയ്ത വാക്കുകളാണ് ഭഗവത്ഗീത. അതുകൊണ്ട് പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം, ഭഗവാൻ നാരായണൻ തന്നെ. ഭഗവാൻ നാരായണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ എന്നർത്ഥം. ഈശ്വരൻ തന്നെ നേരിട്ട് അർജുനന് പറയുന്നു, ഇനി കൊടുക്കണു. വ്യാസേന മധ്യേ മഹാഭാരതം ഗ്രഥിതാം, മഹാഭാരതത്തിൻ്റെ മധ്യത്തിലായിട്ട് ഉദ്ഗ്രഥനം ചെയ്യപ്പെട്ടതാണ് ഈ ഭഗവത്ഗീത. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ഭാഗമാണ്, ഒരു പോർഷനാണ് അതിൻ്റെ. അഷ്ടാദശാധ്യായനി, 18 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല അദ്വൈതാമൃതവർഷിണി, അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്ന, ഒരു അമൃതം മഴ പോലെ നമ്മുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങുന്നതാണ്. അതാണ് അഷ്ടാദശാധ്യായനി. ഭഗവതിയാണ്, അമ്മയാണ്, ഭഗവതിയാണ്. മാത്രമല്ല ഭവദ്വേഷിണിയും, ജീവിതമാകുന്ന ഈ ഭവസാഗരത്തിൽ, ഭവം എന്ന വാക്കിന് സംസാരം എന്നാണ് അർത്ഥം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? ജനന മരണങ്ങളുടെ ചാക്രികത. നിത്യജീവിതത്തിലെ ഈ മാറ്റങ്ങൾ നമുക്ക്, സംസാരം എന്ന വാക്കിന് ആധ്യാത്മികതയിൽ ഉള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകില്ല. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇന്നത്തെ ലോകത്തെക്കുറിച്ചിട്ട് എത്ര ദ്രുതഗതിയിലാണ് ഓരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് ഒപ്പം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോ? പലർക്കും പറ്റുന്നില്ല. എല്ലാവരും പറയുന്നു അപ്ഡേറ്റഡ് ആകണമെന്ന്. ആർക്ക് പറ്റുന്നു അപ്ഡേറ്റഡ് ആകാനായിട്ട്? ഓരോ ദിവസവും നൂതനമായ സാങ്കേതിക വിദ്യകൾ വരികയും അത് ലോകത്തിൻ്റെ മാത്സരികതയുടെ ഭാഗമായിട്ട് തീരുകയും ചെയ്യുന്നു. ലോകമെന്ന് പറയുന്നത് ക്രയവിക്രയങ്ങളുടെ ലോകമാണ്, ട്രാൻസാക്ഷണലാണ് ലോകം. എല്ലാം കച്ചവടമായിട്ട് മാറിയിരിക്കുകയാണ് ലോകം. ലോകമെന്ന് പറയുന്നത് കച്ചവടമാണ്. അവിടെ നൂതനത്വം അത്യാവശ്യമാണ്. എല്ലാവരും ഇന്നോവേറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നു. പുതുത് എന്ന് പറയുകയാണ്. ഒരു കാറ് വാങ്ങി നമ്മൾ പുതിയതായിട്ട് ആഘോഷിക്കുന്നതിനിടയിൽ 5-6 മാസമാകുമ്പോഴേക്കും ന്യൂ വേർഷൻ വന്നു കഴിഞ്ഞു, പുതിയ വേർഷൻ അതിൻ്റെ. അപ്പോൾ നമ്മൾ പഴയതായി, ഔട്ട്ഡേറ്റഡായി നമ്മൾ. അപ്പോൾ ലോകത്ത് ഈ മാറ്റം ആണ് ഈ സംസാരം എന്ന് പറയുന്നത്. ഈ സംസാരത്തിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന്. എത്രയോ മനുഷ്യർ കണ്ണുനീരിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നു. 10-18 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ അവരുടെ ലോകത്തേക്ക് സഞ്ചരിക്കുകയാണ്. അത് ഭാരതത്തിൽ ഈ ലോകത്തിൻ്റെ മാറ്റം വളരെ ദ്രുതഗതിയിൽ ആ മാറ്റം സ്വീകരിച്ചു തുടങ്ങി. അമേരിക്കയിലൊക്കെ 18ാമത്തെ വയസ്സിൽ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ആ പെൺകുട്ടിയെ പോയിട്ട് അച്ഛനോ അമ്മയോ ബലം പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവർ ജയിലിൽ പോകും. പിറ്റേ ദിവസം ജയിലിൽ പോകും. എന്താ കാരണം? 18 വയസ്സായ ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു സിറ്റിസണാണ് അവിടുത്തെ. ആ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് അവർക്കുള്ളത്. ആ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന വിധത്തിൽ ആരെങ്കിലും പെരുമാറിയാൽ, അച്ഛനാകട്ടെ അമ്മയാകട്ടെ ആരാകട്ടെ ബന്ധുക്കളാകട്ടെ, അവർ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ലോകത്തിൻ്റെ മാറ്റം, അതിനനുസരിച്ചുള്ള നിയമസംഹിതകൾ ഉണ്ടായി വരുന്നു. ഇൻഡിവിജ്വലിസത്തെ, വ്യക്തിത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന നിയമങ്ങളാണെന്നുള്ള ലോകത്ത്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്. അതുകൊണ്ട് പഴയ മനസ്സ് നമ്മൾക്ക് നല്ലതായിട്ട് വരുന്നില്ല ഈ കാലത്ത് ജീവിക്കാനായിട്ട്. കുറച്ചുകൂടി പുതുമയുള്ളത്, മാറ്റത്തിൻ്റെ ഒപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കണം.
ഈ മാറ്റമാണ് നമുക്ക് ആവശ്യം. മാറ്റത്തിൻ്റെ ഒപ്പം മാറാതെ ഞാൻ മാറി നിന്നാലോ അപ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അത് സംസാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഭവദ്വേഷിണിയും ഭഗവത്ഗീത പഠിച്ചാൽ എപ്പോഴും നവങ്ങളായിട്ട് നിങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കാം, പുതിയതായിട്ട് കൊണ്ടിരിക്കാം. അതാണല്ലോ പ്രത്യേകത. ഒരു അദ്വൈത ദർശനത്തിൻ്റെ പ്രത്യേകത അതാണ്. നിങ്ങളെ അനുനിമിഷം പരിഷ്കരിച്ചും നവീകരിച്ചും കൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും നൂതനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനമാണ് ഭഗവത്ഗീതാ ദർശനം, അദ്വൈത ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഭവദ്വേഷിണിയായിട്ടുള്ള ആ ഗീതാംബയെ, ആ ഭഗവതിയെ ഞാൻ അനുസന്ധാനം ചെയ്യുന്നു. അനുസന്ധാനം ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഞാൻ നിരന്തരമായിട്ട് ആ ഭഗവതിയെ തന്നെ വിചാരം ചെയ്യുന്നു, ഭാവിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഭഗവതിയെ ഞാൻ എൻ്റെ മനസ്സിൽ ലാളിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മൊത്തം 9 ശ്ലോകമാണ് ഈ ധ്യാനം. ചെറിയ ശ്ലോകങ്ങളാണ് പലതും, ചിലത് മാത്രം വലിയ ശ്ലോകങ്ങളാണ്. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഫുല്ല അരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. നമോസ്തുതേ വ്യാസ. വ്യാസന് നമസ്കാരം കൊടുക്കുകയാണ്. വെറുതെ ഒരു ഗ്രന്ഥം പഠിക്കാൻ പാടില്ല. ആദ്യം ഭഗവത്ഗീതയ്ക്ക് നമസ്കാരം പറഞ്ഞു, ഭഗവാന് നമസ്കാരം പറഞ്ഞു, ശേഷം വ്യാസന് നമസ്കാരം പറയണം. കാരണം വ്യാസകൃതമാണിത്. വ്യാസകൃതമായ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യാസനെ നമസ്കരിക്കാതെ പഠിക്കാൻ പാടുണ്ടോ? അത് ഒരിക്കലും ഗുണപരമായിട്ട് ഭവിക്കുകയില്ല. അതുകൊണ്ട് നമോസ്തുതേ വ്യാസ. എങ്ങനെയുള്ള വ്യാസൻ? വിശാല ബുദ്ധേ. വിശാല ബുദ്ധിയുള്ളതാണ് വ്യാസൻ. സങ്കുചിത ബുദ്ധിയല്ല വ്യാസൻ്റേത്. സങ്കുചിത ബുദ്ധിയുള്ളവർക്ക് വ്യാസനെ മനസ്സിലാക്കാനും കഴിയില്ല. വിശാല ബുദ്ധി വേണം. വിശാല ബുദ്ധി എന്ന് വെച്ചാൽ കാഴ്ചപ്പാട് വളരെ എക്സ്പാൻസീവായിരിക്കണം. അനന്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വ്യാസനെ പോലെ വിശാലമാകാൻ കഴിയുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയണ ഫുല്ല അരവിന്ദായത പത്രനേത്ര. ഫുല്ലം എന്ന് പറഞ്ഞ വിരിഞ്ഞ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ വിടർന്ന നേത്രമുള്ളവൻ. ഈ നേത്രം വ്യാസൻ്റേതാണോ? ഇത് ഭഗവാന്റെ നയനങ്ങൾ പോലെ മനോഹരമാക്കി പറഞ്ഞിരിക്കുകയാണല്ലോ. ഇത് മധുസൂദന സരസ്വതി ഇത് എഴുതുമ്പോൾ വാസ്തവത്തിൽ വ്യാസനെയും ഭഗവാൻ കൃഷ്ണനെയും വേറെ വേറെ കണ്ടിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഫുല്ല അരവിന്ദായത പത്രനേത്ര. നമുക്കറിയാം വ്യാസൻ സൗന്ദര്യത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നു. വ്യാസൻ്റെ സൗന്ദര്യം വളരെ വൈരൂപ്യമുള്ളതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അംബിക കണ്ണടച്ച് കളഞ്ഞത്. അംബികയെ സംഗമിക്കാനെത്തിയ വ്യാസൻ്റെ മുന്നിലേക്ക് അംബിക ആ വൈരൂപ്യത്തെ കണ്ടിട്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്ര അന്ധനായിപ്പോയത് എന്ന്. നോക്കൂ, ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിൻ്റെ പിന്നിലെ ചെറിയ ചെറിയ ഭാവങ്ങൾ പോലും ആ കുഞ്ഞിനെ ബാധിക്കുമെന്നുള്ള ഒരു ശാസ്ത്രം എത്രയോ കാലം മുന്നും തന്നെയുണ്ട്. ഒരു പ്രജയെ ജനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനോഭാവങ്ങളെ കൃത്യമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സയൻസ് പോലും അതിൽ കിടക്കുന്നുണ്ട്. ഇന്ന് ആരും അത്തരത്തിലൊന്നും ചിന്തിക്കുന്നില്ല. ഒരാൾ ഒരു കല്യാണം കഴിക്കുന്നു, ആ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയൊക്കെ ഒരു കൊച്ചുണ്ടാകുന്നു. ആ കൊച്ചിനെ നിർമ്മിക്കുന്ന വേളയിൽ ആ ശില്പിയുടെ മനോഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുകയാണെന്നൊക്കെ. പക്ഷെ അപ്പോൾ ഇവിടെ പറയുകയാണ് വ്യാസൻ്റെ ഫുല്ല അരവിന്ദായത പത്രനേത്ര. താമര പോലെ വിടർന്ന കണ്ണുകളുള്ള യേനത്വയാ ഭാരത തൈലപൂർണഃ. നിന്നാലാണല്ലോ വ്യാസ ഭാരത തൈലം, ഭാരതമാകുന്ന തൈലം നിറച്ച വിളക്ക്, പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രജ്വലിപ്പിച്ചത് ഭാരതമാകുന്ന എണ്ണ നിറച്ച ജ്ഞാനപ്രധാനമായ ദീപം നല്ലതുപോലെ ജ്വലിപ്പിച്ചത് അങ്ങാണല്ലോ. ഭഗവത്ഗീതമാകുന്ന ആ പ്രദീപം
അത് ജ്വലിപ്പിച്ചത് വ്യാസനാണ്. അപ്പം വ്യാസന് നമസ്കാരം പറയാതെ കടന്നു പോകാൻ പറ്റില്ല. ഇനി 3-ാമത്തെ ശ്ലോകം. പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. പ്രപന്ന പാരിജാതായ, പ്രപന്നന്മാർക്ക് പരിപൂർണമായി സമർപ്പിച്ചവരാണ് പ്രപന്നന്മാർക്ക്. അവർക്ക് പാരിജാതമായിരിക്കുന്നവൻ ആരാ? കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. പാരിജാതം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം, സ്വർഗത്തിലെ വൃക്ഷമാണ് കൽപ്പവൃക്ഷം. നമ്മൾ സങ്കല്പിച്ചത് എന്തൊക്കെ തരും ആ കൽപ്പവൃക്ഷം. തോത്രവേത്രൈകപാണയേ, തോത്രവേത്ര ഏകപാണയേ, ഒരു കയ്യിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്. ജ്ഞാനമുദ്രായ, മറ്റേ കയ്യിൽ ജ്ഞാനമുദ്രയുണ്ട്. ഗീതാമൃതദുഹേ നമഃ. ഗീതാമൃതത്തെ കറന്നെടുക്കുന്നവനായിക്കൊണ്ട് കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം, കൃഷ്ണനായിട്ട് നമസ്കരിക്കുന്നത്. ഗീതാമൃതത്തെ തരികയാണ് ഭഗവാൻ. ഒരു കയ്യിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അർജുനൻ്റെ തേരാളിയായിട്ടാണ് യുദ്ധഭൂമിയിൽ കൃഷ്ണൻ വരുന്നത്. ആ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. യുദ്ധക്കളത്തിലേക്ക് അർജുനൻ വരുമ്പോൾ വെറും ഒരു തേരാളിയായിട്ട്, അത്രയും ഹമ്പിളാണ് കൃഷ്ണൻ. ഏത് റോളും ഏറ്റെടുക്കാൻ കൃഷ്ണന് ഒരു തരത്തിലുള്ള വൈമുഖ്യവുമില്ല. അഹങ്കാരമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ പറ്റില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഒരു തേരാളിയായിട്ടിരിക്കുക യുദ്ധക്കളത്തിൽ. എല്ലാ അയോധന മുറകളും അറിയുന്ന ഒരു വ്യക്തിക്ക് ഒരു തേരാളിയായിട്ടിരിക്കാൻ കഴിയും യുദ്ധക്കളത്തിൽ. അത്രയും ആത്മസംയമം ഉണ്ടായിരുന്നു, അത്രയും നിയന്ത്രണം ഉണ്ടായിരുന്നു, അത്രയും എളിമയുണ്ടായിരുന്നു. ഇതാണ് ഭഗവാന്റെ പ്രത്യേകത. അതുകൊണ്ട് കയ്യിലൊരു ചമ്മട്ടിയും പിടിച്ചിട്ട്, പക്ഷേ ഈ ചമ്മട്ടിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചമാകുന്ന തേരിനെ തന്നെ നയിക്കുന്ന ഈശ്വരനാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് വിചാരം ചെയ്യുമ്പോഴാണ് പുതിയ ഒരു ഭാവുകത്വം അതിനുണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 4-ാമത്തേത്. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവ ഉപനിഷദോ ഗാവഃ, എല്ലാ ഉപനിഷത്തുകളും പശുക്കളാണ്. ഒരു ഉപമ പറയാണ്. ആലങ്കാരികമായ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഋഷികൾ സംസാരിക്കുക. എല്ലാ ഉപനിഷത്തുകളും പശുക്കളാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക്? ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദം തന്നെ. വേദം തന്നെയാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ. വേദത്തിൻ്റെ അന്തമാണ് ഉപനിഷത്തുകൾ. അതുകൊണ്ട് ഉപനിഷത്തുകളെ വേദാന്തം എന്ന് പറയും. അന്തം എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിൻ്റെ ആത്യന്തികമായ അർത്ഥനിർണയം നടത്തിയിരിക്കുന്ന ഉപനിഷത്തിലാണ്. അതുകൊണ്ട് ഉപനിഷത്തുകളെയാണ് ഈ വേദാന്തം എന്ന് പറയുന്നത്. അത് വേദം തന്നെയാണ്. വേദത്തിൻ്റെ അന്തമാണ് വേദാന്തം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വേദത്തിന് കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും 2 ഭാഗമുണ്ട്. അതിൽ ജ്ഞാനകാണ്ഡം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ്. കർമ്മകാണ്ഡം എന്ന് പറയുന്നത് ബ്രാഹ്മണങ്ങളും സംഹിതകളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും കർമ്മകാണ്ഡത്തിൽ വരുന്നതാണെങ്കിൽ ജ്ഞാനകാണ്ഡത്തിൽ വരുന്നത് ഉപനിഷത്തുകളാണ്. ഇങ്ങനെ 4 ഭാഗങ്ങളുള്ളതാണ് വേദങ്ങൾ. ഇതൊക്കെ നിങ്ങൾ അറിയുമെന്ന് അറിഞ്ഞുകൂടാ. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ വേദങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ടെന്നും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. സംഹിതകൾ 4 എണ്ണമാണ്. ഋഗ്വേദ സംഹിത, സാമവേദ സംഹിത, യജുർവേദ സംഹിത, അഥർവേദ സംഹിത. ബ്രാഹ്മണങ്ങൾ നിരവധിയാണ്, ആരണ്യകങ്ങൾ നിരവധിയാണ്, ഉപനിഷത്തുകൾ നിരവധിയാണ്. 1180 ഉപനിഷത്തുകൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഗുരുദേവൻ, നാരായണ ഗുരുദേവൻ ഈ ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഈശവാസ്യ ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ആ മലയാള തർജ്ജമ നമ്മൾ വായിച്ചാൽ എത്ര ഹൃദ്യമാണ്, എത്ര ആഴത്തിലുള്ള ദർശനമാണ് അതിലുള്ളത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി
ആശിക്കരുത് ആരുടെയും ധനം. എന്ത് ലളിതമാണ് ഉപനിഷത്തിലെ. അതിൽ പറയുന്നു നോക്കൂ, അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്ത് ഇങ്ങസംഗനായിരിക്കുക, ഇതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. ഇത് ഗീതയാണ്. ഭഗവത്ഗീത മുഴുവനും എടുത്തിട്ടുള്ളത് ഈ 2ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ്. അപ്പോൾ ഉപനിഷത്തിൻ്റെ ഒരു ശ്ലോകം ഒരു 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആറ്റോമിക്കാണ്, ആണവ സ്വഭാവമുള്ളതാണ് ഉപനിഷത്തുകൾ. അത്രമാത്രം ദർശനത്തിനെ നിറച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഉപനിഷത്തുകളാകുന്ന പശുക്കളെ കറക്കുന്ന കറവക്കാരനാണ് ദോഗ്ധ ഗോപാലനന്ദന. കറവക്കാരൻ ആരാണ്? കറവക്കാരൻ ഗോപാലനന്ദനാണ്, കൃഷ്ണനാണ്. പാർത്ഥോ വത്സഹ. പാർത്ഥൻ, അർജുനൻ വത്സനാണ്, കന്നുകുട്ടിയാണ്, പശുക്കുട്ടിയാണ് പാർത്ഥൻ. ആരാണ് ഈ പാല് കുടിക്കുന്നത്? സുധീഹി. തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് ഈ ഉപനിഷത്തുകളാകുന്ന പശുക്കളെ കറന്നെടുത്ത ദുഗ്ധം, ഗീതാമൃതം, അത് കഴിക്കാൻ പറ്റുള്ളൂ. ദുഗ്ധം എന്ന് പറയുന്നത് പാലെന്താ? ഗീതാമൃതം, ഗീതയാകുന്ന അമൃതമാണ്. അത് കുടിക്കാനൊരു സൗഭാഗ്യം വേണമല്ലോ. നമ്മൾ എന്തായിട്ട് മാറണം? സുധീകളാകണം. സുധീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിഞ്ഞ ബുദ്ധിയുള്ള, ചിത്തശുദ്ധിയുള്ളവരായിട്ട് തീരണം. ഒരു പാത്രം ഇത്തിരി അഴുക്കുണ്ടെങ്കിൽ അതിലിത്തിരി പാലൊഴിച്ച് വെച്ചാൽ ആ പാല് കേടായി പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ പാല് കേടാവാൻ കാരണം എന്താ? അത് പാത്രം കേടാണ്, പാത്രം അഴുക്കുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സാകുന്ന പാത്രവും ഗീതാമൃതം ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ വിശുദ്ധിയുള്ളതാക്കി വെക്കാനായിട്ട് കഴിയണം. അപ്പം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രവേശിക എന്ന രീതിയിലാണ് എടുക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ഗീത കുറേയും കൂടിയും ദാർശനികവും ആകർഷകവുമാവുകയും ജീവിതഗന്ധിയായിട്ട് തീരുകയും ചെയ്യും. കാരണം നമുക്ക് എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീത എന്താണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. എങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്വാദ്യകരമായിട്ട് തീരുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സന്ദേഹങ്ങളോ അതുപോലെയുള്ള ചിന്തകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചു നേരം നമുക്ക് വേണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. നമസ്തേ. നമസ്തേ. സ്വാമിജി, വളരെ നന്ദി ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തന്നതിന്. അപ്പോൾ ഞാൻ സ്വാമിജി പറഞ്ഞതുപോലെ ഇതിലാരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഈ റിയാക്റ്റിൽ. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരെ ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാം, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നത് മനസ്സിലാകാതെ പോകുന്നുണ്ടോ? ദുർഗ്രഹമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, വളരെ ലളിതമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ടുണ്ടായിരുന്നു സ്വാമിജി, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആരാ പറയുന്നത്? എന്താ പേരെന്താ? പേര് സീമ എന്നാണ്. എന്താ? എന്റെ പേര് സീമ എന്നാണ്. സീമ. ആ, സീമ അല്ലേ? ഓക്കെ. ക്യാമറ ഒന്ന് ഓൺ ചെയ്യാനോ? സന്തോഷം, വളരെ സന്തോഷം കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ചയും ശ്രമിക്കണം, കൂടുതൽ ഗീത പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് ആ ഗീതാ പുസ്തകം സ്വന്തമാക്കണവരണം. ഗീത എന്ന് പറയുന്ന ഉണ്ട്, എന്നാലും വാങ്ങിക്കാം. ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്, എന്നാലും വാങ്ങിക്കാം. ഇത് നിറയെ എല്ലാവരിലും എത്തണല്ലോ. അതെ, അത് പാരായണം ചെയ്യണം. ദിവസവും കുറേശ്ശെ പാരായണം ചെയ്ത് അത് മധുരതരമാക്കി തീർക്കണം. ഗീത എന്ന് പറയുന്നത് ഗീത എന്ന് പറയുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും ഗീത എന്ന് പറഞ്ഞ ത്യാഗം എന്ന് മാറുന്നു. അതിൻ്റെ ധ്വനി ത്യാഗം എന്നായിട്ട് മാറും അത്രേ. അതുപോലെ നമ്മൾ എന്താ ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അഹങ്കാരത്തിൻ്റെ ത്യാഗമാണ്.
അഹങ്കാരത്തിൻ്റെ ത്യാഗത്തിൻ്റെ പേരാണ് ഗീത എന്ന്. അഹങ്കാരത്തിൻ്റെ ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്, മോക്ഷമാണ്, സുഖമാണ്, ആനന്ദമാണ് അഹങ്കാരത്തിൻ്റെ ത്യാഗം. അതുകൊണ്ട് നമ്മൾ ഗീതയെ നമ്മളുടെ ഒരു ആന്തരിക സ്പന്ദമാക്കിയിട്ട് മാറ്റണം ജീവിതത്തിൽ. അതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാകണം. സന്തോഷം സീമ. ഇനി കുറച്ച് പേരൊക്കെ ഉണ്ട്, 34 പേരുണ്ട്. എന്നാലും ആർക്കും ഒരു എന്തെങ്കിലും ഒന്ന് പറയണമെന്നൊക്കെ ഒരു തോന്നലുള്ളിൽ നിന്ന് വരുന്നുണ്ടാകും. പക്ഷെ അങ്ങ് പറയില്ല, പറയാനൊരു ഭയം. എല്ലാവരും ഗ്രസിച്ചിരിക്കുന്ന ഒരിതാണ് ഭയം. നമ്മൾ വെളിപ്പെട്ടാൽ നമ്മൾ വെളിപ്പെടും. നമ്മുടെ ആന്തരികത എങ്ങനെയായിരിക്കും, നമ്മുടെ ചോദ്യങ്ങൾ കൃത്യമായിരിക്കുമോ? എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ടുള്ളതാണ്. അല്ലാതെ സ്വാമിജി ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഞാനിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടുവരികയാണ്. മെൻകി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപകനാണ്. ഓക്കെ, അപ്പൊ നമ്മള് മെൻകി എന്ന് പറഞ്ഞാൽ കീ ടു മെന്റർഷിപ്പ് എന്നാണ് നമ്മുടെ സ്ഥാനത്തിന്റെ സ്ലോഗൻ. ഓക്കെ, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ആണ് ഞാനും സുനിൽ സാറും എന്തായാലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു നമ്മൾ ഗീത ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ഇത് കേൾക്കുന്നതിന്റെ ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ പറയുന്ന ഗീത ക്ലാസ്സുകൾ കേൾക്കുന്നതിന്റെ പ്രാധാന്യം ഒന്ന് പറയാനോ? ലോകത്ത് നമ്മളുടെ നാട്ടിൽ മാത്രമാണ് ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതിരിക്കുന്നുള്ളൂ. ഈ ലോകത്ത് ഒത്തിരി കുട്ടികൾ ഗീത പഠിക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വൈകാരിക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ, ഒരു പരിഹാരം എന്ന രീതിയിൽ ഗീത ഉപയോഗിക്കാം. ഒന്ന്, ഒരു കുട്ടി, നമ്മുടെ ഒരു മനുഷ്യനായൊരു കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും അവനൊരിക്കലും അവൻ്റെ വികാരത്തെ നിയന്ത്രിക്കാൻ അവൻ അറിഞ്ഞുകൂടാ. അതൊരു വിദ്യാലയത്തിലും പഠിപ്പിക്കുന്നില്ല. അവൻ അച്ഛനോടും അമ്മയോടൊക്കെ തട്ടിക്കയറും, ക്രുദ്ധനാകും. ചിലപ്പോഴൊക്കെ അവൻ എവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള അസഭ്യ വാക്കുകളൊക്കെ പറയും. ആരോടെന്ന് പറയുന്നത് അറിഞ്ഞുകൂടാ. അവൻ്റെ ബിഹേവിയർ ആകെ ഡിസോർഡർ ആയിരിക്കും. ബിഹേവിയർ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. അവൻ തറുതല പറയും. എന്തുകൊണ്ട് ഇതൊക്കെ ആകുന്നു? ചില കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ ജനിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനും വ്യക്തിയുടെ ആന്തരികതയിലെ ശുദ്ധി വരുത്താനായിട്ട് ഒരു ജീവിത പദ്ധതി ഉണ്ടാക്കി കൊടുക്കണം, പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അത് അച്ഛനമ്മമാർ മുതൽ തുടങ്ങണം. അപ്പോഴാണ് കുട്ടികളിലേക്ക് അത് വരുള്ളൂ. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം ഭക്ഷണം കഴിച്ചാൽ മതിയാ, വെറുതെ ഭക്ഷണം കഴിച്ച് വയറിറച്ചി കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി TV ഒക്കെ കണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. അത് മൃഗങ്ങളൊക്കെ ഇതേപോലെ തന്നെ ജീവിക്കുന്നതും. നമ്മളും മൃഗങ്ങളുമൊക്കെ എന്തുകൊണ്ട് വ്യത്യാസമില്ലാതിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ അവനവൻ തന്നെ സംസ്കരിക്കേണ്ടതാണ് മനുഷ്യനെ. മൃഗങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങളില്ല. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല, ഫ്രീ വില്ലില്ല, ചോയ്സ് ഇല്ല. അതുകൊണ്ട് മനുഷ്യനിലേക്ക് എത്തി നിൽക്കുന്ന ഈ പരിണാമം, എവല്യൂഷൻ എന്ന് പറയുന്നത്, മനുഷ്യന് ശേഷം മുന്നോട്ട് നയിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ്. അതിന് പൂർവ്വ ഗുരുക്കന്മാരുടെ കാഴ്ചപ്പാടും അവരുടെ ജീവിത ആയോജന പദ്ധതിയും ലൈഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ പദ്ധതിയും ഒക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചെറുപ്പം മുതൽ ടീനേജിൽ ഒരു ദിവസം നമ്മൾ വിചാരിക്കുകയാണ് കുട്ടികൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ടീച്ചറെ എടുത്ത് കൊണ്ടുപോയി പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയും പഠിക്കില്ല. അവരെ ടീനേജ് ആകുന്നതിന് മുമ്പ് ഗർഭാശയത്തിൽ വെച്ച് പഠിപ്പിക്കണം. ആദ്യം ഗർഭാശയത്തിലിരിക്കുന്ന കുട്ടിക്ക് പഠിപ്പിക്കണം.
എങ്കിലാണ് അവർ സംസ്കാരം അവിടെ നിന്ന് വരുള്ളൂ. അസംസ്കൃത ചിത്തരായിട്ടുള്ള കുട്ടികൾ, അവരുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വൈകൃതങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. അവരാണ് പിന്നീട് സാമൂഹിക ദൂഷ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ മുതൽ തന്നെ ഈ ഗീതാ പഠനം ആരംഭിച്ച് കുട്ടികളിലേക്ക് ഇത് സംക്രമിപ്പിക്കണം. ഈ അറിവ്, ഈ ജീവിതം, ഈ വീക്ഷണം. വിഷാദവാനാകാനല്ല, ആനന്ദിയാകാനാണ് ജീവിതം. പരമാനന്ദത്തിൽ ജീവിക്കാനാണ്, വിഷാദവാനായിരിക്കാനല്ല ജീവിതം എന്നുള്ള സന്ദേശം ഗീതയുടേതാണ്. ഗീത കൺഫ്യൂഷനല്ല ഉണ്ടാക്കുന്നത്, ഗീത വിസ്ഡമാണ്, ജ്ഞാനമാണ്. അത് ഒക്കെ ഉള്ള ഭഗവത്ഗീത പഠിച്ച് വരുത്താനായിട്ട് കുട്ടികളിലേക്ക് നമ്മൾ മുതിർന്നവർ മാതൃകയായിട്ട് തീരണം, ഒരു മോഡൽ ആയിട്ട് മാറണം എല്ലാം കൊണ്ടും. അതാണ് അതിൻ്റെ ഒരു പോംവഴിയായിരിക്കുന്നത്. നമസ്തേ അനീഷ. ഓക്കെ, വളരെ വ്യക്തമായി. ആരെങ്കിലും ഇനി വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ പ്രിപ്പയർഡായിട്ട് പോരെ. ഇവിടെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇനി വിഡ്ഢിത്തരമാണ് ചോദിച്ചാലും കുഴപ്പമില്ല, സന്തോഷം. വിഡ്ഢിത്തരങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലും ഇഷ്ടം ഉണ്ടാകും ചിലപ്പോൾ. ജ്ഞാനം ഉണ്ടാകാം, പറയാൻ പറ്റില്ല. നമസ്കാരം ഗുരുജി. ഇപ്പോ ഗുരുജി പറഞ്ഞല്ലോ ഭാരതത്തിൽ മാത്രമാണ് ഈ ഗീതയ്ക്ക് ഒരു പ്രാധാന്യം ഇല്ലാത്തത് എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ആയിത്തീരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? കാരണം ഇത്രയും ഒരു മഹത് ഗ്രന്ഥം, ഇത്രയും ഒരു ഗ്രന്ഥ സംഹിതകള്, ഇത്രയും വലിയ ഒരു എന്താ പറയണ്ട ആധ്യാത്മിക സമ്പത്തുള്ള ഭാരതത്തില് ഇത്രയും നല്ല ഗ്രന്ഥങ്ങൾ ഇവിടെ പഠിക്കാതിരിക്കുകയും അല്ലെങ്കിൽ അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടാതിരിക്കാനുമുള്ള ഒരു കാരണം എന്തായിരിക്കാം? ഞാൻ ഭാരതത്തിൽ ആകവേ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞുള്ളൂ. അത് നമ്മളുടെ കേരളത്തിലാണ് പ്രധാനമായിട്ടും. കേരളത്തിന് പുറത്ത് ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗീത മിക്കവാറും എല്ലാ വീടുകളിലും ഗീതാ പാരായണവും ഗീതാ പഠനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ദർശനം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ്. എന്തുകൊണ്ട് ഭഗവത്ഗീതയ്ക്ക് കേരളത്തിൽ പ്രാധാന്യം വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒട്ടേറെ, കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും, തമിഴ്നാട്ടിൽ പലയിടങ്ങളിലുള്ളൊരു പ്രത്യേകത, ഈ ഹൈന്ദവ സമൂഹം പ്രത്യേകിച്ചും ഒരു കൂട്ടരുടെ കയ്യിലായിരുന്നു അധ്യാത്മ ഗ്രന്ഥങ്ങളൊക്കെ ഇരുന്നിരുന്നത്. വേദങ്ങൾ മുതൽ, സംസ്കൃതം മുതൽ, ഉപനിഷത്തുകൾ മുതൽ, ഗീത മുതലൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു വിഭാഗീയമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു ഹൈന്ദവ സമൂഹം. അതുകൊണ്ട് അന്ന് ജീവിതത്തിൽ ഒരുപാട് ആഘാതമേറ്റ ഡൗൺ ട്രോഡനായിട്ടുള്ള ആളുകൾ ഇന്ന് അതിനെതിരെ പ്രതികരിക്കുകയാണ്. ഈ ദർശനം കൊണ്ടാണല്ലോ ഞങ്ങളെ അകറ്റി നിർത്തിയത്, ഞങ്ങളെ അടിച്ചമർത്തിയത്, ഞങ്ങളെ നിരാകരിച്ചത്, ഞങ്ങളെ വിലകെട്ടവരായിട്ട് വ്യാഖ്യാനിച്ചത് എന്നൊക്കെ പറയേണ്ട തരത്തിൽ ഒരു കാലത്ത് ഈ ജാതി ചിന്തയും അതുപോലെയുള്ള ഭേദചിന്തയൊക്കെ ശക്തമായിരുന്നു ഭാരതത്തിൽ. വാസ്തവത്തിൽ ഇത് ഉപനിഷത്ത് ദർശനത്തിൻ്റെയോ ഗീതാ ദർശനത്തിൻ്റെയോ പ്രശ്നമായിരുന്നില്ല. ഇതെല്ലാം സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യർ, അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഇതിലൊക്കെ വളച്ചൊടിച്ചതിൻ്റെ വ്യാഖ്യാനങ്ങളെയും ഈ ദർശനത്തെയൊക്കെ വളച്ചൊടിച്ച് ഉപയോഗിച്ചു, ദുരുപയോഗം ചെയ്തു എന്ന് പറയാം. ഇന്നും അത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാക്കിയത് ഗുരുദേവനാണ്. നാരായണ ഗുരുദേവൻ വന്നിട്ട് അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങൾ, അദ്വൈതത്തെ കുറച്ചുകൂടി ജനകീയമാക്കുകയും എല്ലാവർക്കും ഇണങ്ങുന്നതാക്കുകയും, വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവനും ആ വേദാന്തത്തെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തെങ്കിലും ഇപ്പോഴും പഴയ ചിന്തകളുടെ, പഴയ മാമൂലുകളുടെയൊക്കെ ചില അംശങ്ങൾ ചിലരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഇതിനെ എതിർക്കുന്നത് ആളുകൾ. പക്ഷേ
ഗീത പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഗുരുപരമ്പരയിൽ നടരാജ ഗുരു ഒരു നല്ല ഗീതാവ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. വളരെ ആഴത്തിലുള്ളതാണ്. ഗുരു നിത്യചൈതന്യതി വീണ്ടും ഒരു ഗീതാവ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മുനി നാരായണ പ്രസാദ് സ്വാമികൾ ഒരു ഗീതാവ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഒരു പരമ്പരയിൽ തന്നെ 3 വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആധുനിക കാലത്ത് ചിന്മയാനന്ദ സ്വാമികൾ ഗീതയെ ലോകമെമ്പാടും എത്തിച്ചിട്ടുണ്ട്. രംഗനാഥാനന്ദ സ്വാമികൾ 3 വാള്യങ്ങളിലായിട്ട് നല്ലൊരു ഗീതാവ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് ഇന്ന് രാമകൃഷ്ണ മഠത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും വായിക്കാനായിട്ട്. ചിന്മയാനന്ദ സ്വാമികളുടെ വ്യാഖ്യാനം അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗുരു നിത്യചൈതന്യതിയുടെ DC ബുക്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഗീതാ പഠനത്തിനായിട്ട് പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യണം. കാലക്രമേണ നമുക്ക് ഗീത ഒരു അറപ്പുളവാക്കുന്നത്, വെറുപ്പുളവാക്കുന്നത് ഗ്രന്ഥമായിട്ട് മാറില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം പഠിക്കുന്തോറും അതിൻ്റെ സൗന്ദര്യവും മാധുര്യവും വർദ്ധിക്കുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഇപ്രാവശ്യം തന്നെ റഷ്യയിൽ നിന്ന് പുടിൻ വന്നപ്പോൾ പുടിനൊരു സമ്മാനമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്തത് ഒരു ഭഗവത്ഗീതയാണ്, സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭഗവത്ഗീതയ്ക്ക് റിലവൻസ്, ഔചിത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മതി. നമ്മളാരെയും എന്തുകൊണ്ടാണെന്ന് വിചാരിക്കണ്ട, നമ്മളെല്ലാവരും പഠിച്ചാൽ മതി. ഗീത പഠിക്കുക, ഗീത പഠിച്ച് നല്ല മനുഷ്യരാവുക, നല്ല ജീവിതം ആസ്വദിക്കുക, ഗീത പഠിച്ച് അനുകമ്പയുള്ളവരായിത്തീരുക. ഇതൊക്കെയാണ് നമ്മൾക്ക് ഗീതയെ പ്രചരിപ്പിക്കാനും ഗീതയെ ഉൾക്കൊള്ളാനുള്ളൊരു വഴിയായിട്ടിരിക്കുന്നത്. നമസ്തേ. ഇന്ന് നമുക്ക് നിർത്തിയാലോ? 15 മിനിറ്റ് നമുക്ക് ചോദ്യോത്തര വേള. നമുക്ക് വളരെ സന്തോഷം. തുടക്കം കുറിക്കാൻ കഴിഞ്ഞല്ലോ. അതെ. വെള്ളിയാഴ്ചകളിൽ 7:30 എല്ലാവരും വരിക. 7:15 ആകുമ്പോഴേക്കും ക്ലാസ്സിൽ കയറി ഇരിക്കുക, അറ്റൻഡൻസ് ശരിയാക്കുക. എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ പാരായണം ചെയ്യുന്നതിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും പാരായണം ചെയ്ത് തുടങ്ങാം. 7:30 ആകുമ്പോൾ അത് ആരാണ് കഴിവുള്ളവരെന്ന് വെച്ച് ചോദിച്ചറിഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറയുക, പാരായണം ചെയ്യാൻ പറയുക. 7:30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. 7:30 ഓക്കെ, ആയിക്കോട്ടെ. സന്തോഷം എല്ലാവർക്കും. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. നമസ്തേ സ്വാമിജി, ശുഭരാത്രി. നമസ്തേ. 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 താങ്ക് യു. നമസ്തേ. നമസ്തേ സ്വാമിജി. നമസ്തേ. നമസ്തേ. ആയിക്കോട്ടെ. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ആഴ്ചയിൽ കാണാം. ഓം നമസ്തേ. 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 ഓം. അപ്പം ഞാൻ ലീവ് ചെയ്യാണ് മീറ്റിംഗ്. എല്ലാവർക്കും വേണ്ടിയിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ എല്ലാവരും പ്രാർത്ഥനയിൽ വയ്ക്കുന്നു. നമസ്തേ.